റീസെന്റ് ഒരു കാര്യം പറഞ്ഞാൽ സമൂഹം ഞെട്ടിപ്പോകും. 13 വയസ്സുള്ളൊരു പെൺകുട്ടി 20 വയസ്സുള്ളൊരു പയ്യനെ ഡേറ്റിംഗ് ആപ്പിലൂടെ ഈ പയ്യനെ വിളിച്ച് വീട്ടിലെത്തിയത് മാത്രമല്ല 4-5 ദിവസത്തോളം ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ഈ പയ്യൻ താമസിച്ചു. 5-ാമത്തെ ദിവസം ഈ പയ്യന്റെ വണ്ടി ഒരു സ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടിട്ട് നാട്ടുകാർ അന്വേഷിച്ച് പിടിച്ച് കണ്ടുവന്നപ്പോഴാണ് ഇത് പിടിക്കപ്പെടുന്നത്. പയ്യനെ നാട്ടുകാരോട് തല്ലി, അതിനുശേഷം പോലീസിൽ ഏൽപ്പിച്ചു. 60 ദിവസത്തോളം പയ്യൻ ജയിലിൽ കിടന്നു. ഇപ്പം ഒരു 6 മാസത്തോളം ആയ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ പയ്യന്റെ കുടുംബക്കാരെ കൂടെ എൻ്റെ അടുത്ത് സംസാരിച്ച് എങ്ങനെയെങ്കിലും ഇതൊന്ന് സംസാരിക്കണം, ആ പയ്യൻ ഈ പെൺകുട്ടിയെ കെട്ടിക്കോളാം, ഇത് 13 വയസ്സുള്ള പെൺകുട്ടീനെ കെട്ടിക്കോളാം. ഞാൻ പറഞ്ഞുകൊണ്ടൊരു കാര്യം ചെയ്യും, നിങ്ങൾ ആ കുട്ടിയുടെ മാതാവിനോടും അപ്പനോടും സംസാരിക്കും. അവർ സംസാരിച്ച സമയത്ത് ഉണ്ടായ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പെൺകുട്ടിയുടെ മാതാവ് ഈ പയ്യന്റെ അമ്മയോട് പറയാണ്, നിങ്ങളൊരു 75 ലക്ഷം രൂപ തരികയാണെങ്കിൽ ഞങ്ങൾ ആ കേസ് ഒഴിവാക്കി തരാം. ഒന്ന് ആലോചിച്ച് നോക്കി, എങ്ങോട്ടാണ് നമ്മുടെ നിയമം പോകുന്നത്, നീതി പോകുന്നത്, ധർമ്മം പോകുന്നത് എങ്ങോട്ടാണ് അല്ലേ? അതിനിട്ട വില 75 ലക്ഷം രൂപ. ആ കുട്ടിയുടെ ജീവിതമാണ് ഈ അമ്മയും അപ്പനും കൂടി ഇങ്ങനെ വെച്ചു കൊടുത്തത്. അവരെ സംബന്ധിച്ചത് കൊടുക്കാൻ മാർഗമില്ല എന്നുള്ളത് ഒരു വശം. പക്ഷെ ഇങ്ങനെ ആവശ്യപ്പെട്ടതിന്റെ ഫുൾ റെക്കോർഡുമായിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. ഇങ്ങനെയുള്ള ഹണി ട്രാപ്പുകളായിക്കോട്ടെ, ഡേറ്റിംഗ് ആപ്പ് ആയിക്കോട്ടെ, ഇതൊക്കെ ഇതിന്റെയൊക്കെ അതിപ്രസരവും ഇതിനെ നിയന്ത്രിക്കുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾക്കുള്ള കൂടുതൽ കാരണം. കൃത്യമായ നടപടി ഇത് കണ്ടെത്തണം. ഇത് ഹണി ട്രാപ്പ് ആണോ എന്ന് കണ്ടെത്തണം. തക്കതായ ശിക്ഷ ആരുടെ ഭാഗത്തുനിന്നാണോ ഉണ്ടായിരിക്കുന്നത് അവർ കൊടുത്തിരിക്കണം.